അപ്പം നദീറേ, നീ പറഞ്ഞ കാര്യം ഇത്തിരി പ്രശ്നമാണ്. പ്രശ്നമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സഖാവ് ഇവനെൻ്റെ കൂടെ പഠിച്ചതാണ്. മാത്രമല്ല പാർട്ടി അനുഭാവിത്തുള്ള കുടുംബമാണ്. പക്ഷേ ഇപ്പം സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ്. ഇതൊരു കച്ചിത്തുരുമ്പാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ? ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ? PSC ലിസ്റ്റ് കയറിയ കുറയണേ എന്നും സമരവും കണ്ണീരോട്ട് നടക്കുക. വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാകും. നേരായ മാർഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല. പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം. എന്ത് ചെയ്യും? മതിരെ, ഇത് കൊടുത്തു. വേണ്ട, ഞാൻ കൊടുത്തോളാം. വേണ്ട വേണ്ട, ഇതും കൂട്ടൂടെ. നീ ചെല്ലേ. അതെ, ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ആവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല. മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ. ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും. എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാനും ഒരു ഈഴവനാണ്. നമ്മുടെ സമുദായം ഗുണം പിടിച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പച്ചയ്ക്ക് പറയും. പിന്നെ ഓർത്തോ, ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല. അതിനൊരവകാശം ഉണ്ടാവും. അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം. എന്താ ഉറപ്പിക്കാവോ? വാ. എന്താടാ ഇരിക്കടാ. എന്തായി പോയ കാര്യം? പോയ കാര്യം സംഭവമൊക്കെയാടാ. കളി അഭയൻ സാഹു പറഞ്ഞതാ. അത് നന്നായി. മാത്രമല്ല ജില്ലാ സെക്രട്ടറി ഇടപെട്ട കാര്യം നടക്കും. പാർട്ടിക്കാരിടപെട്ട ഇതൊക്കെ എത്ര വേഗം നടക്കുമല്ലേ? ഓ, സമ്മതിക്കണം. മോനെ ലിജു, നീ പാർട്ടിയെ തൊട്ട് കളിക്കണ്ട. ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും. കാരണം ഭരിക്കുന്നത് ഞങ്ങളാ. പിന്നെ ഇവൻ നീ ഫോഴ്സിൽ കയറിയിരിക്കും. എൻ്റെ പൊന്ന് നദീറേ, പോലീസ് എന്നൊക്കെ പറഞ്ഞ ഇവനെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ? ഓ, വെറുതെ ഡാർക്ക് അടിക്കല്ലേ. എടാ, സംഭവം നല്ല പരിപാടിയാണ്. പിന്നെ അവസാന തീരുമാനം അത് നിന്നെയാണ്. നല്ലോണം ആലോചിച്ചിട്ട് മതി. അമ്മേനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. പോലീസ് എങ്കിൽ പോലീസ് വരുന്ന പോലെ വരട്ടളയാ. സാർ ഓക്കെയാണ്. ഇതിലാ മറ്റേ വെബ് സീരീസ് ഒക്കെ കിട്ടുമോ? കിട്ടും സാർ, നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഇതിനകത്ത് കിട്ടും. എനിക്ക് ആ മണി ഈസ്റ്റ് ഒന്ന് കാണണം. അതൊന്ന് സെറ്റ് ചെയ്തേക്ക്. ഓക്കെ സാർ. ഈ എന്റർടൈൻമെന്റ് സെക്ടർ മുഴുവൻ അമേരിക്കൻ കുത്തക മുതലാളിത്വ ബൂർഷ്വാസികളുടെ കയ്യിലാണല്ലോ. പക്ഷേ എനിക്കിത് കാണാതിരിക്കാനും പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് ആശ്രിത നിയമനം വഴി ജോലി കിട്ടുമെന്നുണ്ടായിരുന്നിട്ടും നീ എന്താ ഇതിനെ വെച്ച് താമസിപ്പിച്ചത്? ഇവന്റെ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഓഫീസിലെ ബിജുവിനെ ഏൽപ്പിച്ചേക്ക്. ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ്. അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി. എന്നാ ഒരുങ്ങിക്കോ, നമുക്കിത് ശരിയാക്കാം. എന്നാ ചെല്ലുദാസേ.
ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ഓഫീസ് തന്നെ ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു. അയ്യപ്പദാസ് സർ നീ ഏതെങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷന് പുറത്താണോ കോഴ്സിൽ കയറിയത്? അതെ സർ. ആ അത് ശരി. അങ്ങനെയാണെങ്കിൽ അതിന് പ്രതിവാദം ചെയ്യാനുള്ള സമയമായി നിനക്ക്. ഇതാ നാളെ ക്യാമ്പിൽ നിന്ന് റിലീവ് ചെയ്യാം. നാളെ കഴിഞ്ഞ് SP ഓഫീസിൽ ഹാജരാവണം. ഓക്കെ സർ.